അഴിമതിയാൽ അലഞ്ഞ ഒരു ഭരണത്തെ നമ്മൾ നോക്കി നിൽക്കണം. സാധാരണക്കാരായ ആശാ തൊഴിലാളികളെ തെരുവിലേക്ക് ഇറക്കിയ സർക്കാർ, ആ സാധാരണക്കാരായ മനുഷ്യരെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ തിരിഞ്ഞു പോലും നോക്കാത്ത ഒരു സർക്കാർ, യുവാക്കളുടെ തൊഴിലില്ലായ്മ രൂക്ഷമാക്കിയ ഒരു സർക്കാർ, PSC റാങ്ക് ലിസ്റ്റ് പോലെയുള്ള ലിസ്റ്റുകൾ തടഞ്ഞുവെച്ച് യുവാക്കളെ തെരുവിലേക്ക് ഇറക്കിയ സർക്കാർ, വന്യജീവി ആക്രമണം രൂക്ഷമായി നേരിടുന്ന മേഖലകളിൽ, പ്രത്യേകിച്ച് നിലമ്പൂർ പോലെയുള്ള മണ്ഡലങ്ങളിൽ എന്ത് പ്രിക്വേഷൻസ് ആണ് ഈ സർക്കാർ എടുത്തിട്ടുള്ളത്? അങ്ങനെ പറയാൻ മാത്രം ഒന്നുമില്ല. കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ മറക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദുരന്തമാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം. അതിന് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ പിരിച്ചു നൽകിയ 780 കോടി രൂപ ഉണ്ടല്ലോ, ആ പൈസ ഈ സർക്കാർ എവിടെയാണ് കൊണ്ടുപോയത്? അത് ഒരു വർഷമായി പിരിച്ചു നൽകിയിട്ട്, പക്ഷേ ഇതുവരെ ആ സാധാരണക്കാരായ മനുഷ്യരുടെ കയ്യിലേക്ക് ആ പൈസ എത്തിയിട്ടില്ല. അത് എവിടെ? NH ദേശീയപാതയുടെ നിർമ്മാണം നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം അതിൽ വിള്ളലുകൾ വീഴുകയുണ്ടായി, ഇടിഞ്ഞു വീഴുകയുണ്ടായി. ക്രെഡിറ്റുകൾ എടുക്കുവാൻ വരുന്ന സർക്കാർ ഇത് ഇടിഞ്ഞു വീണപ്പോൾ ക്രെഡിറ്റുകൾ എടുക്കുവാൻ വന്നില്ല. കാരണം എന്താണ്? 1000 കോടി രൂപയുടെ സബ്സിഡി പദ്ധതികൾ എവിടെ? അത് നടപ്പിലാക്കിയോ? അതോ സർക്കാരിന്റെ രേഖകളിൽ മാത്രമാണോ അത് ഒതുങ്ങി നിൽക്കുന്നത്? ഇനിയും മറുപടി പറയേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. ജനങ്ങളെ കൈയൊഴിഞ്ഞ ഈ സർക്കാരിനെ ഇനിയും ജനങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഇത് കേവലം ഒരു തിരഞ്ഞെടുപ്പ് മാത്രമല്ല, ഇത് ഒരു തിരുത്തൽ കൂടിയാണ്. ജനങ്ങൾക്ക് മാത്രം തിരുത്തുവാൻ പറ്റുന്ന ഒരു തിരുത്തൽ. നല്ല നിലമ്പൂരിന് ആര്യാടൻ ഷൗക്കത്തിനെ വിജയിപ്പിക്കുക.